ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രൊക്കോളി ഫ്രൈ ആണ്, അല്ലെങ്കിൽ ബ്രൊക്കോളി റോസ്റ്റ് എന്ന് പറയും. ഇത് ബ്രൊക്കോളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വളരെയധികം നമുക്ക് ശരീരത്തിന് ഗുണമുള്ളൊരു വെജിറ്റബിളാണ്. അതായത് നമുക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും, അല്ലെങ്കിൽ അതുപോലെ നിറച്ച് വിറ്റാമിൻസും അതുപോലെ വിറ്റാമിൻ സിയും വിറ്റാമിൻ കെയും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളൊരു പദാർത്ഥമാണിത്. നമ്മുടെ ദഹനത്തെ സഹായിക്കാനും ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളൊരു ഫുഡാണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ബ്രൊക്കോളി വെച്ചിട്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രൊക്കോളിയാണ്. ആ ബ്രൊക്കോളിയെ നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്ത ഓരോ പീസുകളും നമ്മൾ നല്ല വൃത്തിയായിട്ട് നോക്കുക, അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കുക. എന്നിട്ട് അതിനെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ബ്രൊക്കോളി ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. കൂടെ കുറച്ച് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി ഇട്ട് ആ ബ്രൊക്കോളി ആ വെള്ളത്തിൽ മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ തക്കാളി എടുക്കുക. തക്കാളി മുറിച്ചതിന് ശേഷം സബോള എടുക്കുക. സവാള ഇങ്ങനെ ചെറിയ പീസാക്കി മുറിക്കുക. അതിന് ശേഷം വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളിയും ഈ പറഞ്ഞ രീതിയിൽ ചെറുതായി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഇവിടെ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പോൾ ക്യാപ്സിക്കത്തെ അതുപോലെ ചെറിയ പീസുകളാക്കി എല്ലാം ഈ വീഡിയോ കാണുന്ന രീതിയിൽ ആ ഒരു ചെറിയ പീസുകളാക്കി മുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടിരുന്ന ആ ബ്രൊക്കോളിയെ ഇതുപോലെ വെള്ളമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പാൻ എടുത്ത് പാനിലേക്ക് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ സവോളയും വെളുത്തുള്ളിയും അതുപോലെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ഫ്രൈ ആയി വരുന്നിടം വരെ, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, അടുക്കി പിടിക്കുകയൊന്നും ചെയ്യൽ. അതിങ്ങനെ ആയി വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ മസാലപ്പൊടികളും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ കണ്ടിന്യൂസ് ഇളക്കുക. അങ്ങനെ ഇളക്കി ആ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു കുറുകുന്ന രീതിയിൽ അതിങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ പാകം ചെയ്ത് വെച്ചിരുന്ന ബ്രൊക്കോളി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു അടപ്പ് ഉപയോഗിച്ച് അതിനെ അടച്ച് വെച്ച് വേകാൻ സമയം കൊടുക്കുക. വെന്തതിന് ശേഷം നമുക്കിത് നമ്മൾ ചോറിൻ്റെ ഒടൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഫുഡിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ളതിനാൽ ഇത് എങ്ങനെ കഴിച്ചാലും വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.